ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ സ്റ്റിച്ചിങ് വർക്ക് ചെയ്യുന്നവർക്കുള്ളൊരു ഗോൾഡൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്ത് കാണുക. നമുക്ക് സ്റ്റിച്ചിങ് വർക്കുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു മടി സ്വാഭാവികമാണ്. അത് ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഒന്നുകിൽ വർക്കുകൾ ഓവർലോഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്രയും വരിക. അപ്പോൾ ഇതെങ്ങനെ ചെയ്ത് തീർക്കുമെന്നുള്ള ഒരു ഇതുകൊണ്ട് നമുക്ക് ടെൻഷനും കൊണ്ടുണ്ടാകുന്നൊരു ഇതാണ്. നമുക്ക് ഏതെടുക്കണം ഏത് ചെയ്യണം എന്നറിയത്തില്ലാതെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മടി ഉണ്ടാകാറുണ്ട്. ഇത് അനുഭവത്തിൽ വന്നിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. പിന്നെ അല്ലാതെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് വർക്കുകൾ കുറഞ്ഞു കഴിയുമ്പം സാരമില്ല പിന്നെ ചെയ്യാം, സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്നത്. ഈ ഒരു 2 രീതിയിലാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഈ പെൻഡിങ് വർക്കുകൾ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഒന്നുകിൽ അതായത് ചില ദിവസങ്ങളിൽ കൂടുതൽ വർക്കുകൾ നമുക്ക് കയറി വരും. പഴയ ഇരിക്കുന്ന പെൻഡിങ് വർക്കുകൾ കുറച്ച് താമസിച്ച് തന്നാൽ മതി എന്ന് കസ്റ്റമേഴ്സ് പറയുമ്പോൾ നമ്മളത് അവിടെ വെക്കും. അപ്പം അങ്ങനെ എന്തായാലും നമുക്ക് ഓൾറെഡി ഇപ്പോൾ വർക്കുകൾ ഓവർലോഡായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്. ആദ്യം തന്നെ ഞാൻ ഇങ്ങനെയുള്ള കൂടുതൽ ടെൻഷൻ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു മടി വരുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളിരിക്കുന്ന സ്പേസും മെഷീന്, കട്ടിംഗ് ടേബിൾ മുതലായവയെല്ലാം ഒന്ന് ക്ലീൻ ആയിട്ട് അറേഞ്ച് ചെയ്യുക. നൂലുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് നൂല്, ക്യാൻവാസ് തുടങ്ങിയവയെല്ലാം ഒന്ന് നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിൽ കൃത്യമായൊരു സ്പേസ് കൊടുത്ത് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇരിക്കുന്ന സ്പേസ് ഒന്ന് ക്ലീൻ ആയി കാണുമ്പോൾ തന്നെ നമ്മുടെ പകുതി ടെൻഷനും അല്ലെങ്കിൽ പകുതി എന്തൊക്കെയോ വലിയൊരു വർക്ക് കുറഞ്ഞ ഒരു ഫീല് നമുക്ക് കിട്ടും. നമ്മൾ ഈ ഒരു വർക്കുകളെല്ലാം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഒരു കഴിവിനനുസരിച്ച് നമ്മൾ ഏറ്റവും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതുകൊണ്ട് നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളെ വിശ്വസിച്ച് കൊണ്ടു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ഭാരമായിട്ട് ആദ്യം വിചാരിക്കാതിരിക്കുക. നമുക്ക് ഈ തന്നിരിക്കുന്ന അതായത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഈ ഒരു വർക്കുകൾ എങ്ങനെ ചെയ്ത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൊടുക്കാമെന്നുള്ളത് നോക്കുക. അതായത് ഏറ്റവും അർജൻറ്റായിട്ടുള്ളത് ആദ്യമേ തരംതിരിച്ച് നമുക്കൊരു 2 ദിവസത്തിനുള്ളിൽ കൊടുക്കേണ്ട വർക്കുകൾ, അതിന് ശേഷം കൊടുക്കേണ്ട വർക്കുകൾ തുടങ്ങിയവ സെപ്പറേറ്റ് ആയിട്ട് തിരിക്കുക. ഇനി ഒരു കസ്റ്റമർ തന്നെ ഒന്നിൽ കൂടുതൽ വർക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ എല്ലാം അർജൻറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് കട്ട് ചെയ്യുക. അതായത് ഒരേ അളവിലുള്ളതായിരിക്കുമല്ലോ, ഒരുമിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതല്ലെങ്കിൽ അവരോട് സാവകാശം ചോദിക്കുക. നമുക്ക് ഒരാഴ്ച ഒരു 2 എണ്ണം വെച്ച് തന്നാൽ മതിയോ എന്നുള്ളത് ചോദിച്ച് നമുക്ക് ഇപ്പോൾ ഒരുപാട് വർക്കുകൾ 1-2 ദിവസത്തിനുള്ളിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കത്തില്ല. അപ്പം നമുക്ക് കസ്റ്റമറിനോട് അത് നമുക്ക് പറയാം, ഇന്ന പോലെയാണ്, കടയിൽ നല്ല തിരക്കാണ്, നമുക്ക് ഇതെല്ലാം ചെയ്ത് തീർക്കാൻ സാധിക്കത്തില്ല, അപ്പോൾ നിങ്ങളൊന്ന് സാവകാശം തരുമോ എന്ന് അവരോട് ചോദിച്ച് സാവകാശം വാങ്ങിച്ച് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വലിയ ഓർഡറുകൾ, അതായത് ഒരുപാട് ബൾക്കായിട്ടുള്ള ഒരേപോലെ യൂണിഫോമുകളോ അല്ലെങ്കിൽ അങ്ങനെ വരിക, അതല്ലെന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുക, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നമുക്ക് മടി തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളത് ഓരോ സെക്ഷനായിട്ട് തിരിക്കുക. ഇന്ന് നമുക്ക് ഇത്ര മാത്രം ചെയ്യാം. ഇപ്പം ഒരേപോലെയുള്ള ഡ്രസ്സുകൾ തയ്ക്കാനാണെങ്കിൽ എല്ലാത്തിൻ്റെയും നെക്കുകൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ളൊരു ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അത് ഇന്ന് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം, നാളെ അതിൻ്റെ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഓരോ ദിവസങ്ങളിലാക്കി നമുക്ക് ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ഈ ഒരു ഹെവി ആയിട്ടുള്ളൊരു ഇതിനെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ അയ്യോ പിന്നെ നമുക്കൊന്നും ചെയ്യാനുള്ളൊരു ഇത് തോന്നത്തില്ല. നമുക്ക് മൊത്തത്തിൽ നമ്മൾ ഇത് ചെയ്ത് തീർക്കണമല്ലോ എന്നുള്ളൊരു ഇതും കൊണ്ട് നമുക്ക് ഒരു മടി തോന്നാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കുറേശ്ശെ ആയിട്ട് ഈ വർക്കുകൾ പല ദിവസങ്ങളും കൊണ്ട് ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ഇന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം കിട്ടും, ഇത്ര ഞാൻ ചെയ്തല്ലോ എന്നുള്ളത് ഓർത്തിട്ട്. അതുപോലെ പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തേക്ക് ഇത്ര ടാർഗറ്റ് വെക്കുക. നമ്മളെക്കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു ടാർഗറ്റ് മാത്രമേ ആദ്യത്തെ ദിവസം വെക്കാവുള്ളൂ. അപ്പോൾ നമുക്കൊരു ദിവസം ഒരു 5 ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നൊരു തീരുമാനം എടുക്കുക. കാരണം 5 എന്നുള്ളത് നമ്മളുടെ പല സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ 5 എണ്ണം തീർക്കാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ അത്രയും ഒരു 4 എണ്ണം എന്തായാലും ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നൊരു തീരുമാനം എടുക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക. ഇനി ഈ 4 വർക്കുകൾ നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുക. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഒരു വർക്ക് ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ ഒരു സമ്മാനം തരാമെന്ന് പറയുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് ഒരു റിവാർഡ് നമ്മൾ തന്നെ കൊടുക്കുക. നമ്മൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ് ചാർജ് കിട്ടുന്നതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് നമുക്കൊരു സാധനം ഇന്ന് വാങ്ങിക്കും, അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യും, അതല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്തതിന് ശേഷം കിട്ടുന്ന സമയം കൊണ്ട് നമ്മളുടെ ഒരു ചുരിദാർ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്ത് വെക്കുമെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. ഇത് നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ തരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സൈലൻ്റായിട്ടിരുന്ന് വർക്ക് ചെയ്യാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീച്ച് തുടങ്ങിയവ കേട്ടുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇത് കേൾക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഒരു പ്ലഷർ കിട്ടും, നമുക്കൊരു കുറച്ചുകൂടി ഒരു സന്തോഷം കിട്ടും. നമ്മളുടെ ആ ഒരു മൈൻഡ് മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്.
ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം സെറ്റ് ചെയ്യുക. ആ ടൈമിനുള്ളിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ആ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുന്നത് കാണിക്കുന്ന വീഡിയോസ് ഉണ്ടാവുമല്ലോ, ആ വീഡിയോകൾ എടുത്ത് കണ്ടതിന് ശേഷം അവരുടെ ഡെയിലി ലൈഫ് വ്ളോഗ് അങ്ങനെയൊക്കെയുള്ളത് കണ്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. കാരണം അവർ ചെയ്യുന്ന പോലെ നമുക്കും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ആ തോണ്ടി പോയി വേറെ വീഡിയോസ് എല്ലാം കണ്ടിരുന്നുള്ള സമയം കളഞ്ഞിട്ട് എന്നെ ഒന്നും പറയരുത്. അപ്പോൾ അതാണ് നമുക്ക് ലാസ്റ്റായിട്ട് ഞാൻ പറയുന്ന ടിപ്പ് കേട്ടോ. അപ്പോൾ ഈ ടിപ്സുകൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. പുതിയ അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസിലൂടെയാണ് എനിക്ക് മറ്റ് വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നത്. താങ്ക്